ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ ബീഫ് ബിരിയാണിയാണ് സെറ്റാക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഇതെൻ്റെ എപ്പോഴത്തെ ഡയലോഗാണ്. നമുക്ക് കുറച്ച് പണിയെടുത്തുണ്ടാകാം ഇത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വലിയുള്ളിയാണ്, സവാള. അപ്പോൾ അത് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് അധികം അറിഞ്ഞു പോകാണ്ട് കുറച്ച് ചതയുന്ന രീതിയിൽ ചതച്ചെടുത്തതാണ്. ഇനി അത് നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇടുക. അപ്പോൾ ഈ ടൈമിൽ ഉള്ളി ഇടുന്ന ടൈമിൽ നമ്മൾ കുറച്ച് അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ ഉള്ളി വാടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ ആവശ്യത്തിന് മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അധികമായി പോകരുത്, കാരണം നമുക്കിനി ചോറും ബീഫും ഒക്കെ റെഡിയാവാനുണ്ട്. അപ്പോൾ അത് കാരണം അതിനനുസരിച്ച് ഇടുക. ഇനി അതിന് പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ മെയിനായിട്ടും മീറ്റ് മസാല ആണ് ആവശ്യം, കാരണം ബീഫ് ആയതുകൊണ്ട് ചിക്കൻ മസാലയല്ല, മീറ്റ് മസാല തന്നെ ഇടണം. അത് നന്നായിട്ട് വഴറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡിയായി കഴിയുമ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞ നമ്മുടെ മല്ലിയില ഇടുക. ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് വെക്കുക. ഇതിന് വേണ്ടുന്ന ബീഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്, കാരണം കുക്കറിലൊന്നുമല്ല. ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ആവിയിൽ വേവിക്കുന്ന ബീഫാണ്. അത് നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമനുസരിച്ച് കുക്ക് ചെയ്യാനും പറ്റും. അപ്പം നല്ല അടിപൊളിയായിട്ട് ബീഫ് ആവിയിൽ വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് അധികമായി പോകാനേ പാടില്ല, കാരണം മസാലയ്ക്കും ചോറിനൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് നമ്മളൊരു യുക്തിക്കനുസരിച്ച് ഉപ്പിടുക. അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ ബീഫ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ ടൈമിൽ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യമുണ്ടോ നമുക്ക് നോക്കി അതൊക്കെ ചെയ്യാം. ഇതിപ്പം മിക്സ് ആവാനായിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സായി യോജിപ്പിച്ച് മസാലയായിട്ട് റെഡി ആവണമല്ലോ, അതിനായിട്ടാണ്. ഇനി നമുക്ക് ബിരിയാണി റൈസ് സെറ്റാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഉള്ളി വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു ബിരിയാണി പാത്രമാണ്. അതിൽ എണ്ണ ഒഴിച്ച് ഉള്ളി വളരെ കനം കുറച്ചരിഞ്ഞത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ബിരിയാണി റൈസ്, ഇപ്പോൾ ഇവിടെ 2 കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി നമ്മൾ നേരത്തെ ചൂടായ ആ ചെമ്പിലേക്ക് ഇട്ട് അതിൻ്റെ ഇതൊന്ന് വെള്ളത്തിൻ്റെ ആ ഒരു പശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പം ഇവിടെ 2 കിലോ അരി ആയതുകൊണ്ട് തന്നെ 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിടാം, നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, അധികമായി പോകാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് ഒഴിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി വേറിട്ട് കിടക്കാനായിട്ടാണ്, പറ്റി ഇരിക്കാതിരിക്കാൻ വേറിട്ട് കിടക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രാമ്പു, പട്ട, ഏലക്ക, ഈ 3 സ്പൈസസ് ആണ്. ഇതും നമ്മൾ ആ വെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെക്കുക. ഇനി അതിന് ശേഷം ആ ഒന്ന് ചൂടായി ആ ഒരു തിള പൊട്ടാൻ തുടങ്ങുമ്പം നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ അടുപ്പിൽ നിന്ന് ആ തീ എടുത്തിട്ട് ആ കനലെല്ലാം കൂടി ആ ചെമ്പിൻ്റെ അടപ്പിൻ്റെ മേലെ അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും നല്ലത് നമ്മൾ അടുപ്പത്ത് കുക്ക് ചെയ്യുന്ന ഫുഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്, നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് റൈസൊക്കെ വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ കുക്ക് അല്ലെങ്കിൽ ഷെഫ് എന്നുള്ളത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ആണ് ബീഫ് ബിരിയാണി സെറ്റാക്കുന്നത്. ആൾ നല്ലതായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഈ ചോറ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റ് വെള്ളമാണ്. ബിരിയാണി സക്സസ് ആവുന്നത് വെള്ളത്തിൻ്റെ അളവിലാണെന്ന് പറയും, അത് ശരിക്കുള്ളത് തന്നെയാണ്.
അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്കൊരു 100 മില്ലി നെയ്യാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് മിക്സ് ആക്കുക. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നല്ല നെയ്യിൽ വാട്ടിയെടുത്താണ്, അതും കൂടി ഇടാം. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ ബിരിയാണീൻ്റെ മേലക്കൂടി ഇട്ട്, അതായത് റൈസിൻ്റെ മേലക്കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ യോജിപ്പിച്ച് നല്ലോണം മിക്സാക്കി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാണ്. ഒന്നുകിൽ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മസാലയും ഇതും കൂടി മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി വിളമ്പുന്ന ഒരു പ്ലേറ്റിൽ ലെയറാക്കി റൈസ് കുറച്ചിട്ട് അതിന് മേലെ കുറച്ച് ഇറച്ചി ഇട്ട്, അതായത് മസാല ഇട്ട് പിന്നെ റൈസും കൂടി വെച്ച് ഒന്ന് കവറപ്പ് ആക്കിയിട്ട് നമുക്ക് ഇലയിലോട്ട് വിളമ്പാം. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വിളമ്പിയിരിക്കുന്നത്. അപ്പോൾ നല്ല ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സൈഡായിട്ട് വരുന്നത് നല്ല അടിപൊളി സാലഡും നല്ല നാരങ്ങാച്ചാറാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറുമാണ്. അപ്പോൾ ടേസ്റ്റർ ചെയ്യുന്നത് ശരത്തേട്ടനാണ്. ശരത്തേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ബിരിയാണി, പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.